ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ഒന്ന്, നാം ദൈവത്തെ സ്നേഹിക്കും, നമുക്ക് വല്ലതും കിട്ടാനില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ പിതാവിൻ്റെ പിതാവാണ്, എൻ്റെ മാതാവിൻ്റെ മാതാവാണ്, എൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഏതോ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്ന രീതി തന്നെ ശരിയായ ഹയർ റിലിജനല്ല, അത് താണ റിലിജനാണ്. അതിനു പകരം നമ്മൾ ആളുകളെ മനസ്സിലാക്കേണ്ടത്, അവനെ കൊന്നാൽ ഞാൻ അവനായിട്ട് കാത്തിരിക്കും, എൻ്റെ പിതാവ് എനിക്ക് വീതം തന്നാലും തന്നില്ല എൻ്റെ പിതാവിൻ്റെ പിതാവാണ്, എൻ്റെ മാതാവ് എനിക്ക് ചോറ് തന്നാലും ഇല്ലെങ്കിൽ എൻ്റെ മാതാവിൻ്റെ മാതാവാണ്, എൻ്റെ പ്രാർത്ഥന ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ കൈവിടുകയില്ല. ആ നിലയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനവും ക്രിസ്തുവിന് ഒന്നാം സ്ഥാനവും കൊടുക്കുകയാണെങ്കിൽ, രണ്ടാമത് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായോട് പ്രാർത്ഥിക്കാമോ എന്നാണ്. പരിശുദ്ധമായോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരോട് അപേക്ഷിക്കാം. നമ്മളെപ്പോലെ അവരും ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന എപ്പോഴും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും മാത്രമാണ്. അപേക്ഷകളാണ് സെയിൽസിനോടും ദൈവമാതാവിനുള്ളത്. അത് നമ്മുടെ കൃപ അറിയുന്ന പ്രാർത്ഥന വളരെ വ്യക്തമാണ്. നിൻ്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ എന്നാണ് നമ്മൾ മാതാവിനോട് അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ, തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമേ അനുഗ്രഹം തരാനൊക്കത്തുള്ളൂ. എല്ലാ നന്മയുടെയും സോഴ്സ് അദ്ദേഹമാണ്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നവർക്കും പ്രാർത്ഥിക്കാം. കാരണം ചർച്ച് ലിവിങ് ആണ്. ആ ലിവിങ് ചർച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ചങ്കിടി പോലെയാണ്. അപ്പോൾ ഈ ശരീരം മുഴുവനും രക്തം പോകുന്ന പോലെ ജീവനുള്ളവരും വാങ്ങിപ്പോലും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് അവരും നമ്മളും എല്ലാ ഫെലോഷിപ്പിലും പ്രാർത്ഥനയിലും സംബന്ധിക്കണം. That's why you say communion with the saints and the prayers for the departed. We don't pray to the saints, we invoke the saints, we also pray for the departed. അതല്ലാതെ ഈ യേശുബ്രാന്റെ സ്ഥാനം പരിമല തിരുമേനിക്കോ ഏതെങ്കിലും പരിശുദ്ധ വിശുദ്ധിനോ കൊടുക്കുന്നത് തെറ്റായ ദൈവശാസ്ത്രമാണ്. അത് ഓർത്തഡോക്സ് ദൈവശാസ്ത്രമല്ല. അത് ഞങ്ങളെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്.